ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്കൊരു സംശയം. പത്മിനി സത്യം പറയുമോ? അവനെ ഞാനിവിടെ വിളിച്ചുകൊണ്ട് വന്നത് നിനക്കിഷ്ടമായില്ലേ? ആര് പറഞ്ഞു? ഈ മുഖം. നമ്മുടെ രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നല്ലേ? ജെയിംസ് സ്നേഹിച്ചത് നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഓർമ്മകൾ പുതുക്കാനാണെങ്കിൽ ഇവിടെ താമസിക്കരുത്. പേടിച്ചാലോ? സീനയ്ക്ക് കുസൃതി വരെ കൂടുന്നുണ്ട്. ഇപ്പോ എന്ത് കുസൃതി? കഴിഞ്ഞ വർഷമായിരുന്നു കുസൃതി മുഴുവനും. ഞങ്ങളുടെ കോളേജിൽ ഒരു ആന്റോ ഉണ്ട്, വെറും പൊണ്ണൻ. അവൻ എന്റെ വെള്ളസാരിയിൽ ചുവന്ന മഷി ഒഴിച്ചു. ഞാൻ അവന്റെ സൈക്കിളിന്റെ ടയർ രണ്ടും കുത്തിപ്പൊട്ടിച്ചു. സാറ് പോവാണോ? ഞാൻ കുളിക്കുന്നത് ആരെങ്കിലും കാണുന്നത് എനിക്കിഷ്ടമാണ്, അല്ലേ അമ്മു? മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. അമ്മു, അകത്ത് കുളിമുറി ഉണ്ട്, അവിടെ കുളിച്ചൂടെ? അടക്കമില്ലാത്ത വക. സാറെന്താ ഇങ്ങനെ പതിവില്ലാതെ? വീട്ടിലിരുന്ന് ബോറടിച്ചു. ജോണി ആണെങ്കിൽ എനിക്ക് പഴയതുപോലെ കിട്ടുന്നുമില്ല. ഒരുപാട് ജോലിയുണ്ട് മോളെ. അത് കഴിഞ്ഞാ പിന്നെ കൂട്ടുകാരനും. നെഞ്ചു നിറയെ തീയുമായി കഴിയുന്ന അവനെ ആശ്വസിപ്പിക്കാൻ ഞാനല്ലാതെ മറ്റാരാണുള്ളത്? ലിസിയുമായിട്ടുള്ള കല്യാണക്കാരി എന്തായി? അവനത് ഇഷ്ടമല്ല. എന്ത് ചെയ്യാൻ? അവന്റെ മനസ്സിൽ മറ്റേതോ പെൺകുട്ടിയാണ്. നീ വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അവന്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്. ആരുടെ? അവന്റെ കാമുകിയുടെ. ആ ഫോട്ടോ കണ്ടോ? കണ്ടെങ്കിൽ പിന്നെ നിന്റെ സഹായം ആവശ്യമില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലില്ലാത്ത സമയത്ത് നീ അവന്റെ മുറിയിൽ ചെന്ന് എങ്ങനെയെങ്കിലും ആ ഫോട്ടോ തപ്പിയെടുക്കാം. പക്ഷോ കളവ് ചെയ്യാൻ ഞാനില്ല. നമ്മളൊക്കെ കള്ളന്മാരല്ലേ? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കളവ് ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. പൊന്നെ, നിന്നെക്കുറിച്ചല്ല, നീ എന്റെ മനസ്സാണ്, എന്റെ മനസ്സിന്റെ കണ്ണാടിയാണ്. അയ്യോ ജോണി, അയ്യോ എന്റെ ജോണി.
ഇതാണ് അദ്ദേഹം പറഞ്ഞ ലിസി. നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാനിപ്പം വരാം. ചായ. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, നാണായിരിക്കില്ലേ? അങ്ങോട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവളെ ആ ചെറുക്കിന് ഇഷ്ടപ്പെട്ടോ ആവോ? ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, ലിസി മിടുക്കിയല്ലേ? അതല്ല, അയാളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മനസ്സ് പഴമക്കാരായ ഞങ്ങൾക്കൊന്നും പരിചയമില്ലാത്തതാ. അവനിവിടെ പോയി ജോണി ഞായറാഴ്ചയായിട്ട്. കമ്പനിയിൽ എന്തോ ജോലിയുണ്ടെന്ന് പറഞ്ഞു. കുളിക്കാൻ ചൂടുവെള്ളം എത്തിയോ മോളെ? ഉവ്വ, ഞാൻ കുളിമുറിയിൽ എടുത്ത് വെക്കാം. ഓർമ്മകൾ പുതുക്കാനാണെങ്കിൽ ഇവിടെ താമസിക്കരുത്. എന്താ പറ്റി? അല്ല, എന്തോ ഉണ്ട്. നീ സ്വപ്നം കണ്ട് ഭയന്നോ? വരും, നമുക്ക് കുറച്ചു നേരം പുറത്തിരിക്കാം. നല്ല കാറ്റ് അല്ലേ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നീ ആകെ തകർന്നതുപോലെയുണ്ട്. എന്താണെങ്കിലും എന്നോട് പറഞ്ഞുകൂടെ? ഇല്ല, എനിക്കൊന്നുമില്ല. നിന്റെ മനസ്സിൽ